ഹലോ. ഹലോ. എവിടെ? ഇവിടെ ഉണ്ട്. എന്താണ് പരിപാടി? പരിപാടി എന്താ, ഇങ്ങനെ കിടക്കണു. ഉം. കുറച്ച് ദിവസമായല്ലോ കിട്ടിയിട്ട്. എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അയച്ചോടാ, സങ്കടം വരുന്നുണ്ടാ? ചെറുതായിട്ടൊക്കെ. കയ്യിലിരിപ്പുണ്ടാട്ടാ. പോടാ മാറി. എന്താ വിളിച്ചാലും ഇന്നലെ തല്ല് ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തെ? വിളിച്ചാലും തല്ലുണ്ടാക്കാനല്ലേ എനിക്ക് നേരമുള്ളൂ. ഞാനോ? ആ, ഞാന്. കാര്യത്തിനല്ലേ? അത് കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. ആ, ഞാൻ വെറുതെ ഉം. ഒന്നും അങ്ങനെ തല്ലുണ്ടാക്കാറില്ല. ഉണ്ടാക്കാറില്ലേ? ഉം. ആഴ്ചയില് 7 ദിവസം വിളിച്ചാല് 4 ദിവസം തല്ലും, 3 ദിവസം ഫോൺ എടുക്കായി കഴിക്കാനൊക്കെ അല്ലേ? നന്നായിക്കൂടെ? ആർക്ക്? നിങ്ങൾക്ക് തന്നെ. അപ്പോഴും എന്റെ അടുത്താണ് കേട്, എന്റെതല്ല പ്രശ്നം അല്ലേ? എന്നെ പോലത്തെ ഇത്രയും നല്ല കുട്ടി, ഒരു പളുങ്ക് പോലത്തെ കുട്ടീനെ നിങ്ങൾക്ക് വേറെ കിട്ടുമോ? അത് കിട്ടൂല, അത് സത്യം. അതാണ് പറഞ്ഞത്. എന്താണിപ്പോ ഒരു പരാതിയൊക്കെ ആയിട്ട് ഒരു വരവ്? എങ്ങനെ ഞാൻ വിളിച്ച ഫോൺ എടുക്കട്ടെ, കളിക്കാൻ നിൽക്കല്ലേ? എന്താ, സങ്കടം വരുന്നുണ്ടോ? എടുക്കണേ. ഞാൻ നല്ല കുട്ടിയാ. ആര് സത്യം? നിങ്ങളെ സത്യം. അപ്പോൾ എന്റെ തല പൊട്ടിത്തെറിച്ച് പോയിക്കോട്ടെ എന്നല്ലേ? അത് എത്ര പെട്ടെന്നൊന്നും പൊട്ടിത്തെറിക്കുന്ന തലയൊന്നും അല്ല. അപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നു ഉറപ്പിച്ചിറങ്ങിയതല്ലേ? അത് പിന്നെ ഒന്നുമില്ല. നിങ്ങൾ ഞാൻ വിളിച്ച ഫോൺ എടുത്ത് ഞാൻ നല്ല കുട്ടിയായിക്കോളും. ഉറപ്പല്ലേ? ടാ. ഓക്കെ, ശരി. പിന്നെന്താ? പിന്നെ പിന്നെന്താ, സുഖല്ലേ നിങ്ങൾക്ക്? സുഖമാണ്. എനിക്ക് സുഖല്ലേ? മഴ ഉണ്ടോ അവിടെ? നല്ല മഴയാണ് ഇവിടെ. നല്ലോണമൊന്നുമില്ല, കുറച്ച് പെയ്യുന്നുണ്ട്. കുറച്ച് പെയ്യുന്നുണ്ട്. അതല്ലല്ലോ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. വേറെന്തോ ചോദിക്കാനുണ്ടല്ലോ, അത് ചോദിക്ക്. എന്താ മനുഷ്യനക്ക് എന്നോടൊന്നും പറയാനൊന്നുമില്ലേ? എനിക്ക് എന്നോട് പറയാൻ ഒന്നുമില്ല, കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തല്ലുണ്ടാക്കാനല്ലേ. നിങ്ങൾ എന്നെ അങ്ങനെ ഉണ്ടായതായിട്ട് കാണല്ലോ കേട്ടോ. പിന്നെ എങ്ങനെ എന്നെ കാണണം? നിങ്ങൾ നല്ല ഒരു എന്താ പറയാ, നല്ലൊരു ലൈഫ് പാർട്ട്ണർ ആയിട്ട് കാണുന്നേ. കാണാം. പിന്നെ ആ. ഇക്ക, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ദേഷ്യപ്പെടുമോ? ഇല്ല, പറ. ആലോചിക്കായി, പറ. ദേഷ്യപ്പെടൂലെന്ന് പറ. ദേഷ്യപ്പെടൂല, പറ. അപ്പൊ ചോദിക്കാം. പിന്നെ ഉണ്ടല്ലോ, ഞാനേ ഇന്നലെ രാത്രി നിങ്ങളെ വിളിച്ചില്ലേ? അപ്പൊ നിങ്ങള് ഫോർത്തിയിലല്ലോ? എടുത്തില്ലല്ലോ. അപ്പൊ ഉണ്ടല്ലോ, ഞാൻ ഒരുങ്ങിട്ടാ. ഒരുങ്ങിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എണീറ്റ്, എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. എന്തിനാ എണീറ്റ്? വെള്ളം കുടിക്കാന്. കുടിച്ചു വന്നിട്ട് കഥ പറയട്ടെ? പറ. വെള്ളം കുടിക്കാന് ഞാൻ എണീറ്റപ്പോ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവേ. 2 മണി. അപ്പൊ ഞാൻ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വെറുതെ ഫോൺ എടുത്ത് വെള്ളം കുടിച്ച് കിടക്കാൻ നേരത്ത്, മിണ്ടലടാ പട്ടി, പറയട്ടെ. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് ഞാൻ ജസ്റ്റ് വാട്സപ്പ് ഒക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇതെടുക്കുമല്ലോ ഞാൻ. എടുക്കുമല്ലോ. അപ്പൊ നോക്കടാ, 2 മണിക്ക് നിങ്ങൾ ഓൺലൈനില്. ആണോ? സത്യം പറഞ്ഞു. നിങ്ങൾക്ക് എന്റെ 2 മണിക്കായില്ല പണി ഓൺലൈനില്? ആർക്ക്? നിങ്ങൾക്ക് തന്നെ. ഈ എന്തായി പറഞ്ഞേ? എന്താവാൻ? അല്ല, നന്നായിന്ന് പറഞ്ഞല്ലോ. നന്നായി. അത് ഈ ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് നന്നായി എന്നുള്ളത്. പിന്നെ ചോദിക്കണ്ടേ? എന്റെ കാക്കാന്റെ കുട്ടി ഫോണും അവിടെ വെച്ചിട്ട് മിണ്ടാണ്ട് കിടന്നു പോയി ഇറങ്ങി കേട്ടാ. ഞാൻ പോവൂല. എനിക്ക് തല്ലുണ്ടാക്കാൻ നേരല്ല എന്റെ പോലെ. സത്യമായിട്ട് പറയാം, എനിക്ക് തല്ലുണ്ടാക്കാൻ നേരല്ല പറഞ്ഞാൽ നേരല്ല. നമുക്ക് തല്ലുണ്ടാക്കണ്ട. തല്ലുണ്ടാക്കണ്ടെങ്കിൽ കാക്കാൻ്റെ വീട്ടിൽ പോയി കിടന്നു പറഞ്ഞിട്ട് ഞാൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞു ഇനി അത് ഏറ്റുപൊളിച്ച് ഇനി അതിന് തല്ലുണ്ടാക്കി 2 ദിവസം എന്റെ സമാധാനം കളഞ്ഞാൽ എനിക്ക് തൃപ്തിയാവൂലേ? ഞാൻ പോവില്ല. നിങ്ങൾ ഇത് പറഞ്ഞു 6 മണിക്ക്, അല്ല 6 മണിയല്ല, ആരായിട്ടായിരുന്നു 2 മണിക്ക് ചാറ്റ് ചെയ്തോണ്ടിരുന്നിരുന്നത്? ഞാൻ എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളനായിട്ട് കൊമ്മിച്ച് ഓടി ഓടുന്നു. നന്നാവൂല്ല തല്ലുണ്ടാക്കാനൊക്കെ ഓരോ കാരണമായിട്ട്.
സഹനം